ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. ഇന്ന് ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്ത് നടന്ന ഒരു പ്രമാദമായ മോഷണ കേസിൻ്റെ കഥയാണ് ഞാൻ ഇന്ന് പറയുന്നത്. ഈ കഥയല്ല കാര്യം. ഈ ക്രിമിനൽ കേസ് നടന്നത് 1960 കാലഘട്ടത്തിലാണ്. അന്ന് എൻ്റെ പിതാവ് PDCക്ക് പഠിക്കുകയാണ്. പണ്ടൊക്കെ ഈ നാട്ടിൽ ദൂരദേശത്ത് നിന്നും ആൾക്കാർ പറമ്പിപ്പണിക്ക് വരുമായിരുന്നു. അങ്ങനെ പറമ്പിപ്പണിക്ക് വരുന്ന ആളുകളെ ഈ സമീപവാസികളൊക്കെ പറമ്പിപ്പണി തീരും വരെ നമ്മുടെ തൊഴുത്തിലോ നമ്മുടെ വിറക് പുരയിലോ അഭയം കൊടുക്കുമായിരുന്നു. കൂടാതെ നമ്മുടെ വീട്ടിൽ നിന്ന് ഭക്ഷണവും കൊടുക്കുമായിരുന്നു. അവർ അങ്ങനെ പണികളെല്ലാം ചെയ്ത് ഒരു കാലഘട്ടത്തിലെ കൃഷിപ്പണികൾ ചെയ്ത് ആ പണികൾ തീരുമ്പോൾ പോകുമായിരുന്നു. അങ്ങനെ 1960-70 കാലഘട്ടത്തിൽ നടന്നൊരു കഥയാണ് ഞാൻ പറയുന്നത്. ചോഴൻ എന്ന പേരിൽ ഒരാൾ ഈ സമീപ പ്രദേശത്ത് പറമ്പിപ്പണിക്കായി വന്നു. അദ്ദേഹം അടൂരുകാരനായിരുന്നാണ് പറഞ്ഞത്. അതൊക്കെ വിശ്വസിച്ച് ഈ സമീപ പ്രദേശത്തെ തറവാട്ടുകാരെല്ലാം വീട്ടിൽ പണി കൊടുക്കുകയും വൈകിട്ട് അദ്ദേഹത്തിന് കിടക്കാൻ വിറകുവരയോ തൊഴുത്തോ അതിലൊരു മുറിയോ ഒക്കെ കൊടുക്കുകയും ചെയ്ത് അങ്ങനെ അങ്ങ് പോന്നു. അദ്ദേഹം നല്ലൊരു ഗായകനായിരുന്നു. അതൊക്കെ അദ്ദേഹത്തിൻ്റെ നല്ല കാര്യങ്ങൾ. അദ്ദേഹം പാടുന്ന ഗാനം ഇപ്പോഴും എൻ്റെ പിതാവ് പറയാറുണ്ട്. നീലക്കുയിൽ എന്ന സിനിമയിലെ എങ്ങനെ നീ മറക്കും കുയിലേ, എങ്ങനെ നീ മറക്കും. ഈ ഗാനമൊക്കെ എൻ്റെ തറവാടിൻ്റെ തിണ്ണയിലിരുന്ന് അദ്ദേഹം പാടുന്നത് എൻ്റെ പിതാവ് ചെറുപ്പത്തിൽ ഓർക്കുന്ന കാര്യം അദ്ദേഹം പറയാറുണ്ട്. അങ്ങനെ ഈ പ്രദേശത്ത് എല്ലാം പണിക്ക് അദ്ദേഹം കൂടി അങ്ങനെ ജീവിച്ചു പോവുകയായിരുന്നു. ഇദ്ദേഹം നന്നായി പറമ്പി പണിയെല്ലാം ചെയ്ത് നമുക്ക് തരുമായിരുന്നു. അദ്ദേഹത്തിനൊരു വീക്ക്നെസ് ഉണ്ടായിരുന്നു, അത് നമുക്കറിയത്തില്ലായിരുന്നു. ഇദ്ദേഹം സായാഹ്നത്തിൽ നേരത്തെ കുളിയെല്ലാം കഴിഞ്ഞ് വീട്ടിൽ നിന്ന് അത്താഴവും കഴിച്ച് കഴിഞ്ഞ് അപ്പോൾ ഞാൻ സെക്കൻഡ് ഷോ കാണുന്ന ശീലമുണ്ട്. അങ്ങനെ സെക്കൻഡ് ഷോയ്ക്ക് പോവുകയെന്നും പറഞ്ഞ് എൻ്റെ വല്യപ്പനോടും വല്യമ്മയോടും ഒക്കെ പറഞ്ഞിട്ട് എൻ്റെ തറവാട്ടിൽ പണിതുകൊണ്ടിരുന്നപ്പോൾ പോവുമായിരുന്നു എന്നാണ് എൻ്റെ പിതാവും എൻ്റെ വല്യപ്പനും വല്യമ്മയും പറഞ്ഞുകൊണ്ടിരുന്നു. ആയിക്കോട്ടെ, പറമ്പിപ്പണിയെല്ലാം നന്നായി ചെയ്തു തന്നതല്ലേ, അത് കഴിഞ്ഞിട്ട് എൻ്റർടൈൻമെൻറ്റ് ആക്ടിവിറ്റീസ് ഒരു മനുഷ്യന് ആവശ്യമല്ലേ, പൊക്കോട്ടെ എന്ന് അവർ വയ്ക്കുമായിരുന്നു. അങ്ങനെ അങ്ങ് കാലങ്ങൾ പോയി. കാലങ്ങൾ അങ്ങനെ പോയി കഴിഞ്ഞ് എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു വലിയ മുതലാളി വീട്ടിൽ വലിയ മോഷണം നടന്നു. ഏതാണ്ട് 100 പവനോളം മോഷണം നടന്നു. ആ വീട്ടിലും ഇദ്ദേഹം ജോലി ചെയ്യുന്നതുമായിരുന്നു. അവിടുത്തെ വലിയ അന്തേവാസിയായിരുന്നു. അവിടെയും അദ്ദേഹം പണിയുമ്പോൾ അവിടെ വിറകുപുരയിലും തൊഴുത്തിലും എല്ലാം ഇദ്ദേഹത്തിന് കിടപ്പേടം ഉണ്ടായിരുന്നു. അങ്ങനെ കാര്യങ്ങൾ അങ്ങനെ അങ്ങ് പോയി. ഈ മോഷണം നടന്നതിന് ശേഷവും ഇദ്ദേഹം ആ വീട്ടിൽ പണിക്ക് വീണ്ടും ചെല്ലുകയും പിറ്റേ ദിവസം തൊട്ട് ചെല്ലുകയും ഞാനൊന്നും അറിഞ്ഞില്ല രാമനാരായണ എന്ന രീതിയിൽ അവിടെ നിൽക്കുകയും ചെയ്തു. ആര്? ഈ ചോഴൻ. പിന്നീട് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ തറവാട്ടിൽ ഇദ്ദേഹം പണിക്ക് പോകും. അത് കഴിഞ്ഞിട്ട് എൻ്റെ തറവാട്ടിൽ നിന്നും ഇദ്ദേഹം കുടിശ്ശിക പൈസ എല്ലാം മേടിച്ചിട്ട് എൻ്റെ വല്യപ്പനോട് പറഞ്ഞു, തോമസ് ചേട്ടാ, ഞാൻ നാട് വരെ പോവുകയാണ്, 10-30 ദിവസം കഴിഞ്ഞേ വരുവുള്ളൂ എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, നീ പോയിട്ട് വാ എന്നെല്ലാം പറഞ്ഞ് കുടിശ്ശിക തീർത്ത് പൈസയെല്ലാം അദ്ദേഹം മേടിച്ചു പോയി. അതൊക്കെ കഴിഞ്ഞപ്പോഴും ഈ അയൽവക്കത്ത് നടന്ന മോഷണ കേസ് പോലീസ് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ഒരു തുമ്പും കിട്ടിയില്ല. അങ്ങനെ
കാലങ്ങളങ്ങ് പോയി. ഒരിക്കലൊരു സിനിമാ തിയേറ്ററിൽ ഒരു പോലീസുകാരൻ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തൊട്ടടുത്ത് ഒരാളിരിക്കുന്നു. അദ്ദേഹം 10 വിരലിലും മോതിരം ഇട്ടിട്ടുണ്ട്. ടെർലിൻ ഷർട്ട്, എൻ്റെ വല്യപ്പൻ പറഞ്ഞ് ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. ടെർലിൻ ഷർട്ടൊക്കെ ഇട്ട് പോളിസ്റ്റർ വെള്ളമുണ്ടൊക്കെ ഉടുത്ത് അദ്ദേഹം അവിടെ ഇരുന്ന് സിനിമ കാണുന്നു. അപ്പോൾ ഈ പോലീസുകാരൻ ഇദ്ദേഹത്തെ ന്യൂട്രൽ വാച്ച് ചെയ്തു. ഇദ്ദേഹം സിനിമയല്ല കാണുന്നത്. സിനിമയിലെ ക്ലൈമാക്സ് സീനുകൾ വരുമ്പോഴും ഇദ്ദേഹം സിനിമയല്ല കാണുന്നത്. ഇദ്ദേഹത്തിൻ്റെ 10 വിരലുകൾ, ഇടത്ത് കയ്യിലെയും വലത് കയ്യിലെയും 5 ഇഞ്ച് വിരലുകൾ എടുത്ത് ഇങ്ങനെ ആ സ്വർണത്തിൻ്റെ മനോഹാരിതയായിരുന്നു ആസ്വദിച്ചുകൊണ്ടിരുന്നത്. ഉടനെ പോലീസുകാരൻ്റെ പോലീസ് ബുദ്ധി ഉദിച്ചു. കയ്യെ കയറി അങ്ങ് പിടിച്ചു. ഏമാൻ പറഞ്ഞിട്ടുണ്ട്, തന്നോട് അവിടെ തന്നെ കൊണ്ടിയെല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ഏത് ഏമാൻ? അവനോട് പോയി പണി നോക്കാൻ പറഞ്ഞു. തന്നെ കൊണ്ടുപോയിട്ടേ ഉള്ളൂ കാര്യം എന്നും പറഞ്ഞ് അദ്ദേഹം പിടിവിട്ടില്ല. അദ്ദേഹം സ്റ്റേഷനിൽ കൊണ്ടുപോയി. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ വൈക്കം സ്റ്റേഷനിലാണ് ഈ സംഭവം നടന്നത്. സ്റ്റേഷനിൽ കൊണ്ടുപോയി അദ്ദേഹത്തെ ചോദ്യം ചെയ്തപ്പോഴാണ് കിളി പോലെ കാര്യങ്ങൾ ചോഴൻ്റെ വായിൽ നിന്നും വന്നത്. ഇതൊന്നും എൻ്റെ വല്യപ്പനോ വല്യമ്മയോ ഈ നാട്ടുകാരോ ഈ മോഷണം നടന്ന വീട്ടുകാരറിയുന്നില്ല. ഒരു രാത്രിയിൽ, അന്നൊക്കെ നിക്കർ പോലീസുകാരും പെട്രോൾ മാക്സും ഒക്കെ ആയിട്ടാണ് വരുന്നത് രാത്രിയിൽ. ഒരു രാത്രിയിൽ അപ്പുറേ പറമ്പിൽ നിന്ന് പെട്രോൾ മാക്സിൻ്റെ വെട്ടം എൻ്റെ വല്യപ്പൻ കണ്ടു. വലിയ ഒച്ചപ്പാടും ബഹളവും എല്ലാം കേട്ട് എൻ്റെ വല്യപ്പൻ അങ്ങോട്ട് ചെന്നപ്പോഴാണ് കാര്യങ്ങൾ കണ്ടത്. ഈ ചോഴനെ കൊണ്ടുവന്നേക്കുകയായിരുന്നു അവിടെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ. കൂനിച്ച് നിർത്തി 2 എണ്ണം കൊടുത്തപ്പോൾ ചോഴൻ മാട്ടും പൊത്തിന്ന്, അതായത് മാട്ടും പൊത്ത് എന്ന് പറഞ്ഞാൽ കയ്യാല മാട്ടിലെ ഒരു കല്ല് ഇങ്ങോട്ടെടുത്തു. അവിടുന്ന് ഇദ്ദേഹത്തിൻ്റെ 2 കയ്യേലെയും 10 വിരലിലെ മോതിരങ്ങളും മാലയും കൂടാതെ ബാക്കിയുള്ള സ്വർണ്ണാഭരണങ്ങൾ ആ പൊത്തിൽ നിന്ന് എടുക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതൊക്കെയാണ് ഈ ലോകത്തെ കാര്യങ്ങൾ എന്ന് പറയുന്നത്. നാളെ അടുത്ത ക്രിമിനൽ കേസ് ഈ ചുറ്റുവട്ടത്ത് നടന്നത് അല്ലെ നമ്മുടെ നാട്ടിൽ നടന്നതുമായിട്ട് ഞാൻ വരും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അയാൾ എൻ്റെ തറവാടിൻ്റെ തിണ്ണയിലിരുന്ന് പാടുമായിരുന്നു. എങ്ങനെ നീ മറക്കും കുയിലേ, എങ്ങനെ നീ മറക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ ലോകത്തെ കാര്യങ്ങൾ നടന്നു പോകുന്നത്. ഓക്കെ സുഹൃത്തുക്കളെ, നന്ദി, നമസ്കാരം. അടുത്ത ഈ പരിസരത്ത് നടന്ന ക്രിമിനൽ കേസുമായി നാളെ വരാം. വീണ്ടും സന്ധിക്കും വരെ വണക്കം.